ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സൺഡേയിലുള്ളൊരു ഫുഡ് മേക്കിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തൊരു ഒരു മിനി വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് പിന്നെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അതൊന്ന് മിസ്സായിപ്പോയി, സോറി. നമ്മൾ ഗീ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, ഒണിയൻ ഇത്രയും ആണ് എടുത്തിരിക്കുന്നത്. ഗീ ഒരു 3 ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗീയും കുറച്ച് ഓയിലും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഗീ മാത്രമാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഉള്ളി ജസ്റ്റ് നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൈമ റൈസാണ് കേട്ടോ ബെറ്റർ. നമ്മുടെ കയ്യിൽ ബസ്മതി റൈസ് ഉള്ളതുകൊണ്ട് അല്ലാതെ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ടേസ്റ്റ് വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗീയിൽ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ റൈസ് വെച്ചിട്ട് ഒരു വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ അടിച്ചാൽ മതിയായിരുന്നു. അത്രയേ ഉള്ളതായിരുന്നു കറക്റ്റ് ആ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ ഒണിയനും ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കാഷ്യൂസും കിസ്മിസും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഓഫ് ഡേ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. എന്തെങ്കിലും എഗ് റൈസോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ കപ്പ, ബീൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളുടെ ഓഫ് ഡേയ്സിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു കമ്പനിക്ക് ആളുണ്ടല്ലോ. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ആൾ എൻ്റെ കൂടെ കിച്ചണിലുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ എനിക്ക് വെജീസൊക്കെ കട്ട് ചെയ്ത് തരും, എല്ലാം റെഡിയാക്കി തരും കേട്ടോ. പിന്നെ കുക്കിംഗ് ആയിട്ട് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഇടയ്ക്ക് ആൾ ഫ്രീ ആണെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്തു തരും. പിന്നെ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് വെള്ളമൊക്കെ മാറിയോ എന്ന് നോക്കി. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കിസ്മിസ്, കാഷ്നട്ട് ഇതെല്ലാം നമ്മൾ ഈ റൈസിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. സാറ്റർഡേ സൺഡേ എനിക്ക് പൊതുവേ നല്ല മടിയാണ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വിചാരിച്ച് ഗീ റൈസ് ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ, അങ്ങനെയാണ് എന്നാൽ ഗീ റൈസും ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കില്ലേ, അപ്പോൾ വിചാരിച്ചു എന്നാൽ ഗീ റൈസും ചിക്കൻ കറി ആകുമ്പോൾ നമുക്ക് അല്ലാതെ നൈറ്റിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഗീ റൈസും ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഗീ റൈസ് റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഒരു പട്ട, 2 ഏലക്ക, ഒരു ചെറിയൊരു ഗ്രാമ്പൂ, ഒരു ബേ ലീഫ് ഇത്രയാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്തതോടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ എപ്പോഴായാലും ചിക്കൻ കറി ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ ഉണ്ടാക്കത്തില്ല. ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് ഫ്ലേവർ മാറ്റാനോ കുറച്ച് ടേസ്റ്റ് വ്യത്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തു. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് ചെയ്യുന്നത്, നമ്മൾ ഗീ റൈസിൽ
വെച്ചിരുന്ന ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒണിയനിൽ കുറച്ച് ഒണിയൻ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടാണ്. ഇത് രണ്ടും കൂടി ഒരു ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ ടൊമാറ്റോൻ്റെ അത്രയും ഒരു ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ആ ഒരു ഗ്രേവിയിൽ അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് കറി ലീവ്സ് കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തു. ഇപ്പോൾ ആ ഒരു പൊടികളൊക്കെ ചേർക്കാൻ പാകമായി. അപ്പോൾ ഞാൻ ഒരു 1.25 സ്പൂണ് ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/4 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് 1/4 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഒരു 2 to 4 മിനിറ്റ്സ് അത്രയും ടൈം നമ്മൾ മസാലയൊക്കെ ഒന്ന് കുക്കായി വരത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാല നല്ലപോലെ കുക്കാകുന്ന രീതിയിൽ കുക്കാക്കി എടുക്കണം കേട്ടോ. ആവുന്ന രീതിയിലല്ല, കുക്കാക്കി എടുക്കണം. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും ആ ഒരു പരുവാകുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മളുടെ മസാലയുടെ ഒരു ചുവ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ഹസ്ബൻഡ് നമുക്ക് ചിക്കൻ കറിയിലേക്ക് തേങ്ങാക്കൊത്തിടാനുള്ളത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ്സിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മസാല നന്നായിട്ട് കോട്ട് ചെയ്യണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് തിക്കായിട്ട് ഗ്രേവി വരത്തക്ക രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൂസായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലെടുത്താൽ മതി. നമ്മളിപ്പോൾ ഗീ റൈസിനൊക്കെ അല്ലേ കുറച്ച് തിക്കായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കന് ഇനി അടച്ചു വെച്ച് ഇനി കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറി റെഡിയാവുന്ന ടൈമിലേക്ക് ഹസ്ബൻഡ് പൊറോട്ട റെഡിയാക്കുകയാണ്. പാക്കറ്റ് പൊറോട്ടയാണ് കേട്ടോ. അത് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ചിക്കൻ കറിക്ക് കടുക് വറുക്കണം, പൊറോട്ട റെഡിയാക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്ക് അധികം സാധനമൊന്നും ചേർക്കണ്ട. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ചിക്കൻ കറി ഒന്ന് തിളച്ച് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആവാറായി. അപ്പോൾ ഈ ടൈമിലേക്ക് ഒരു സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പെപ്പർ പൗഡറും നിങ്ങൾക്ക് കുറേ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ ഗ്രേവി കറക്റ്റ് നമ്മുടെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. ആ ഒരു ലെവലിലാവുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, ഓണിയനും കാഷ്നട്ടും കൂടെ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് നേരെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയുടെ ഫൈനൽ സ്റ്റേജാണ്. നമുക്കിനി കടുക് വറുത്താൽ മാത്രം മതി.
അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ വറുക്കുന്നത്. ആദ്യം തേങ്ങാക്കൊത്ത്, ചെറിയുള്ളിയില്ലേ, ചുവന്നുള്ളി, അത്, കടുക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമ്മൾ കടുക് താളിച്ച് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഞാനവിടെ ഇരുന്നിട്ട് കപ്പലണ്ടി മിഠായി കഴിക്കുകയാണ്. നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ അങ്ങനെ കാണാറില്ല, റെയറായിട്ട് കാണുന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അഡീഷണലായിട്ട് ചേർത്ത ഫ്രൈഡ് ഓണിയൻ്റേത് നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ വരും. അതുപോലെ ചിക്കൻ കറി റെഡി ആയതിന് ശേഷമേ അതിനകത്ത് ആഡും ചെയ്ത് കൊടുക്കാവൂ. പിന്നെ അതൊഴിക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും കേട്ടോ, ഗ്രേവി കുറച്ചൊന്ന് തിക്കാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചിക്കൻ കറി റെഡിയായി, നമ്മളുടെ ഗീ റൈസ് റെഡിയായി. ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മളുടെ കുക്കിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ സൺഡേ. അപ്പോൾ കുക്ക് ചെയ്തു. ഇപ്പോൾ എന്താ പറയുക, ഫുഡൊക്കെ റെഡിയായി. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അതിൻ്റെ കൂടെ പെരുംജീരകം കുറച്ച് വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗീ റൈസും ചിക്കൻ കറിയും ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾക്ക് ഒരു ഫ്രൂട്ട് കാസ്റ്റർഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സ്വീറ്റായിട്ട് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇതിന് ശേഷം ഫ്രൂട്ട് കസ്റ്റർഡ് കൂടെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇത് നെയ്ച്ചോറ്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഒരു ഫ്രൂട്ട് കസ്റ്റർഡാണ്, അതുകൂടി റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് മിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മിൽക്കിൽ ഒരു 3 സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 3 സ്പൂണ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നല്ല മധുരമുണ്ട്. പിന്നെ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമ്മൾ ഒരു 3 to 4 ടേബിൾ സ്പൂണോളം മിൽക്കിലേക്ക് ഒരു 1.5 സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് തരിയൊന്നും വരാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും തരി വരരുത്. പിന്നെ നമ്മുടെ പാല് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കാരണം ഇത് ഇരിക്കുമ്പം ഇത് തണുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടി കുറുകുമല്ലോ. അപ്പോൾ ഫുള്ളി ഇതിൻ്റെ ഒരു ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഇതൊരു ട്രേയിലേക്ക്, ഒരു ഗ്ലാസ് ട്രേയിലേക്ക് നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തണുപ്പ് മാറുമ്പോഴത്തേക്ക് ഇത് തിക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കി. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് നമ്മൾ ഒഴിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പുളിയില്ലാത്ത ഫ്രൂട്ട്സ്, ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഫ്രൂട്ട് കസ്റ്റേർഡിലേക്ക് എടുക്കാം. ഓറഞ്ച് പോലുള്ള സാധനങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുക. പുളിയുള്ള ഫ്രൂട്ട്സ് അതേതായാലും നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ബനാന, അതുപോലെ മാംഗോ, പൊമഗ്രാനേറ്റ്, ആപ്പിള്, ഗ്രീൻ ആപ്പിള്, പിന്നെ മാതള നാരങ്ങ,
സോറി മാതള നാരങ്ങ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ മുന്തിരി ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു മിനിമം 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ, തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.